السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനുമായുള്ള നമ്മളുടെ ബന്ധത്തിൽ നാം ഏറെ ശ്രദ്ധയും ഗൗരവവും നിലനിർത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണവും ആ വിശുദ്ധ ഖുർആനിനെ മനഃപ്പാഠമാക്കലും അതുമായി ബന്ധപ്പെടലുമെല്ലാം ഏറെ പുണ്യങ്ങൾ നമ്മൾക്ക് നേടിത്തരുന്നതാണ് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. പലപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കേന്ദ്രമായ അവന്റെ വീടകങ്ങൾ പരസ്പരം അസ്വാരസ്യത്തിലും കുടുംബ കലഹങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ വിള്ളലുകളിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രയാസങ്ങളിലുമൊക്കെ വീടകങ്ങൾ എത്തിപ്പെടുന്നത് നാം കാണാറുണ്ട്. നമ്മളുടെ വീടകങ്ങളിൽ നിന്ന് മനുഷ്യജീവിതത്തിന്റെ ആജന്മ ശത്രുവായ പിശാചിനെ എങ്ങനെയാണ് നമ്മൾക്ക് പുറത്താക്കാൻ കഴിയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഖാല ലാ തജഅലു ബുയൂതകും മഖാബിറ ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറ ഫീ സൂറത്തുൽ ബഖറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തജഅലു ബുയൂതകും മഖാബിർ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശ്മശാനങ്ങളിൽ പിശാചുക്കൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകൾ അതുപോലെ ശ്മശാന തുല്യമാക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആനിൽ നിന്നുള്ള സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് പിശാച് വിരണ്ടോടുന്നതാണ് എന്ന്. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. പിശാചിന്റെ ഇടപെടലുകളില്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യം തങ്ങി നിൽക്കുന്ന കേന്ദ്രങ്ങളായി നമ്മളുടെ വീടുകൾ മാറുമ്പോൾ അതെത്രത്തോളം സന്തോഷവും ആനന്ദവും നമുക്ക് നൽകുന്ന കാര്യമായിരിക്കുമെന്ന്. അതെ, തീർച്ചയായും ഖുർആൻ, ആ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ പാരായണം പോലും നമ്മളുടെ വീടകങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നെത്തിക്കുവാൻ കാരണമായി തീരുമെന്നാണ് ഈ വചനം നമ്മെ മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രാത്രി മുഴുവൻ സുരക്ഷയായ ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയുണ്ടായി. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫത്ത. അള്ളാന്റെ റസൂല് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറയുടെ ഏറ്റവും അവസാനത്തിലെ 2 ആയത്തുകൾ, നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായ ആമന റസൂലു മുതൽ തുടങ്ങുന്നതായ ആ 2 ആയത്തുകൾ ഒരാൾ ഒരു രാത്രിയിൽ പാരായണം ചെയ്യുന്നു എങ്കിൽ ഫീ ലൈലത്തിൻ കഫത്ത, ആ രാത്രി മുഴുവൻ അത് അവന് മതിയാകും, അത് അവന് സുരക്ഷയായി തീരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മറ്റൊരു ഏറെ ശ്രദ്ധേയമായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ദജ്ജാലിൽ നിന്ന് പോലും നമ്മൾ സുരക്ഷിതരാക്കപ്പെടുമെന്നാണ്. ഓരോ നമസ്കാരത്തിന്റെ വേളകളിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, അവന്റെ ഫിത്നയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫി ഉസിമ മിനദ് ദജ്ജാൽ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ഏതൊരു മനുഷ്യനാണ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് ആദ്യത്തെ 10 വചനങ്ങൾ പാരായണം ചെയ്യുന്നത്, അവൻ തീർച്ചയായും പിശാചിന്റെ അതുപോലെ തന്നെ ദജ്ജാലിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവൻ സുരക്ഷിതനായി തീരുമെന്നാണ്. മറ്റൊരു റിപ്പോർട്ടിലാകട്ടെ മിൻ ആഖിരിൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ, ഖുർആനിൽ നിന്നുള്ള കേവലം 10 ആയത്തുകൾ നാം മനനം ചെയ്യുമ്പോൾ
അവയുമായി നമ്മളുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തുമ്പോൾ നാം നമസ്കാരത്തിൽ പോലും ഭയപ്പെടുകയും അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് പോലും നമ്മൾ സുരക്ഷിതരാക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഖുർആനുമായുള്ള നമ്മളുടെ ബന്ധം എത്ര കണ്ട് വർദ്ധിപ്പിക്കണമെന്നുള്ളത് നാം ആലോചിച്ചു നോക്കൂ. നമ്മൾക്കറിയുമല്ലോ, നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോകേണ്ടുന്നവരാണ്. 6 അടി മണ്ണിന്റെ ഉള്ളിലെ ആ ഏകാന്തതയിൽ നമ്മൾക്ക് തനിച്ചുപോയി കിടക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ ഖബറിൽ ചോദ്യമുണ്ട്, അതുപോലെ തന്നെ ഉത്തരമുണ്ട്, അവിടെ ചില പരീക്ഷണങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ഒരാൾക്ക് ഖബറിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയണമോ, അവന്റെ ഖബറ് സുരക്ഷിതമായി തീരണമോ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂറ തബാറക ഹിയ അൽ മാനിഅ മിൻ അദാബിൽ ഖബർ. തീർച്ചയായും ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്നതായ ആ സൂറത്ത് അവൻ എല്ലാ രാത്രികളിലും നിലനിർത്തുകയാണെങ്കിൽ ഖബറിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് അവൻ ആ ഖുർആൻ പാരായണം നിമിത്തം കാരണക്കാരനായി തീരുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, എത്രയെത്ര പുണ്യവും പ്രതിഫലവുമാണ് നമ്മൾക്ക് ഈ ഖുർആനുമായുള്ള ബന്ധത്തിലൂടെ, അത് പാരായണം ചെയ്യുന്നതിലൂടെ, അത് പഠിക്കുന്നതിലൂടെ, അത് പകർത്തുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നത്. നമ്മളുടെ വീടുകൾ സമാധാന കേന്ദ്രങ്ങളാകും. രാത്രി മുഴുവൻ നമ്മൾക്കത് സുരക്ഷ നൽകും. ദജ്ജാലിൽ നിന്ന് പോലും നമ്മളെ അത് കാത്തു സൂക്ഷിക്കുന്നു. ഏറ്റവും വലിയ പരീക്ഷണ കേന്ദ്രമായ ഖബറിന്റെ ആ ഭയാനകതയിൽ പോലും, ആ ഒറ്റപ്പെടലിൽ പോലും നമ്മൾക്ക് സമാധാനം നൽകുവാൻ ഈ വിശുദ്ധമായ ഖുർആനിന് സാധ്യമായി തീരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തെ എത്രത്തോളം ആ ഖുർആനിനോട് ചേർത്ത് നിർത്തണമെന്ന് നന്നായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് നാം ആ വിശുദ്ധ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർക്കുക, ജീവിതത്തിൽ നിലനിർത്തുക. നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.